തിരുവോസ്തിയിൽ ഇന്നും ജീവിക്കുന്ന ഈശോയുടെ സജീവ സാന്നിധ്യമാണ് നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധാരം തന്നെ. ഈ ലോകത്ത് പലയിടങ്ങളിലായി നടക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നുമുണ്ട്. ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്ന, ഇറ്റലിയിൽ ലാൻസിയാനയിൽ നടന്ന, അർജൻറ്റീനയിലെ ബ്യൂണസ് ഐറസിൽ, പോളണ്ടിൽ, സ്പെയിനിൽ ഇവിടെയെല്ലാം നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ്. അവിടെയെല്ലാം നാം പോയിട്ടുമുണ്ട്. എന്നാൽ നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിൽ വിശുദ്ധ കുർബാന മധ്യേ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ച ഒരു കൊച്ചു ദേവാലയത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ. തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയം. ഈ ദേവാലയത്തിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യമായി വത്തിക്കാൻ അംഗീകരിക്കാൻ പോകുന്ന ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ഈ ദേവാലയത്തെക്കുറിച്ചും ഇവിടെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചും നമുക്ക് കൂടുതൽ അറിയാം. തലശ്ശേരി അതിരൂപതയിലെ ദേവാലയമാണ് വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയം. ദിവ്യകാരുണ്യ തീർത്ഥാടന കേന്ദ്രമായി ഇന്ന് അത് അറിയപ്പെടുന്നുണ്ട്. അതിന് കാരണം 2013 നവംബർ മാസം 15-ാം തീയതി തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വന്നു. അന്ന് വികാരി ആയിരുന്നത് ബഹുമാനപ്പെട്ട തോമസ് പതിയിൽ അച്ഛനാണ്. വിശുദ്ധ കുർബാനയിലെ റുഗാക്ഷണ പ്രാർത്ഥന കഴിഞ്ഞ് തിരുവോസ്തിയിൽ ഈശോയുടെ മുഖം വ്യക്തമായി തെളിഞ്ഞു. അന്ന് ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഈ ദിവ്യകാരുണ്യ അത്ഭുതം നേരിട്ട് കാണുകയും അത് വിശ്വസിക്കുകയും ചെയ്തു. ധാരാളം പേര് ഇത് കാണുവാൻ വേണ്ടി വന്നു. ഏതാനും ദിവസം ഇവിടെ വലിയ ഒരു ജനബാഹുല്യമുണ്ടായി. അതിരൂപതയിൽ ഇക്കാര്യം അറിയുകയും തുടർന്ന് ഇതിൻ്റെ ഒരു പഠനത്തിന് വേണ്ടി ഈ തിരുവോസ്തി തലശ്ശേരി അതിരൂപതയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഏതാനും വർഷം അവിടെ സൂക്ഷിച്ചു. ആ തിരുവോസ്തിയിൽ യാതൊരു മാറ്റവും കണ്ടില്ല. അതേപോലെ തന്നെ ആ തിരുവോസ്തിയിൽ ഈശോയുടെ മുഖം തെളിഞ്ഞു നിന്നിരുന്നു. തുടർന്ന് അതിരൂപതയുടെ അംഗീകാരത്തോടുകൂടി തിരികെ വിളക്കന്നൂർ ദേവാലയത്തിലേക്ക് അത് കൊണ്ടുവന്ന് ഔദ്യോഗികമായി പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഇവിടെ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചുള്ള പഠനങ്ങളും അതുപോലെ ആരാധനയും ഉണ്ടായി. കർത്താവിൻ്റെ സാന്നിധ്യം ദിവ്യകാരുണ്യത്തിലുണ്ട് എന്ന ഒരു സത്യം ഒത്തിരി പേർക്ക് അറിയുവാനും അതിടയായിട്ടുണ്ട്. തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷമായിട്ട് ഈ വർഷം ആചരിക്കുമ്പോൾ കൂടുതൽ ഭക്തിയും വിശ്വാസവും ജ്വലിപ്പിക്കുവാൻ അത് ഉപകരിക്കും എന്നാണ് എൻ്റെ ബോധ്യം. ഞാനിപ്പോൾ ഇവിടെ വികാരിച്ചതാണ്. എൻ്റെ പേര് ഫാദർ മാത്യു, പരവരാഗത്ത് എന്നാണ് വീട്ടുപേര്. എനിക്ക് മുമ്പുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കുറ്റിക്കാട്ട് കുതിലച്ചൻ, ഫാദർ ജേക്കബ് കുറ്റിക്കാട്ട് കുതിലച്ചൻ്റെ കാലത്ത് ആണ് തലശ്ശേരി അതിരൂപതയിൽ നിന്ന് ഈ തിരുവോസ്തി ഇവിടെ തിരിച്ച് കൊണ്ടുവന്നത്. തുടർന്ന് ഉപരിയായ പഠനത്തിന് വേണ്ടി കൂടുതൽ പഠനത്തിനായിട്ട് രൂപതയിൽ നിന്നും റോമിലേക്ക് തുടർന്ന് ഇവിടെ നിന്ന് ആ തിരുവോസ്തി റോമിലേക്ക് കൊണ്ടുപോയി സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പഠനം നടന്നു. ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നത് അത് ഔദ്യോഗികമായിട്ട് ഇവിടെ അറിയിക്കുമെന്നാണ്. അത് കാത്തിരിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് ശേഷം അത് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു
അംഗീകാരം ലഭിച്ച് ഇവിടെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഈ ഇടവയിലെ അൾത്താര ശുശ്രൂഷി വിൽസൺ പ്ലാത്തോട്ടത്തിൽ ആയിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ കാര്യം കണ്ട് ജനങ്ങളെ അറിയിച്ചതും ഒക്കെ. അദ്ദേഹം എന്നും ഇടവയിലുണ്ട്. കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം, ദിവ്യകാരുണ്യ സാന്നിധ്യം സത്യമായും സഭ വിശ്വസിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഈ സത്യത്തെ കുറച്ചുകൂടി വ്യക്തമാകാൻ വേണ്ടി ദൈവം നൽകിയ ഒരു അടയാളമായിട്ട് ഞാനത് കാണുകയാണ്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഇടപെടലിനകത്തുണ്ട്. ഇത് ആരുടെയും രൂപകൽപ്പനയോ മനസ്സ് ഉദിച്ച ആശയമോ അല്ല. കർത്താവിൻ്റെ സാന്നിധ്യം, ഈ അപ്പം ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും എന്നുള്ള ഈശോയുടെ ആ ഒരു വാഗ്ദാനത്തിന് ഉറപ്പായിട്ട് ഞങ്ങളതിനെ കാണുകയാണ്. സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസമാണല്ലോ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ സാന്നിധ്യം. അത് ഉറപ്പായും ഞങ്ങൾ വിശ്വസിക്കുന്നു, കാത്തിരിക്കുന്നു. ആ തിരുവോസ്തി എത്രയും വേഗം തിരികെ ഈ പള്ളിയെ കൊണ്ടുവരികയും പ്രതിഷ്ഠിക്കുകയും ചെയ്ത് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. രണ്ടായിരത്തി 13 വിളക്കുന്നൂർ എന്ന ഈ കൊച്ചു ഗ്രാമത്തിലെ ഈ ദേവാലയത്തിൽ ഈ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്നത്. അന്ന് വിശുദ്ധ കുർബാന മധ്യേ അന്നത്തെ വികാരിയായിരുന്ന തോമസ് പതിക്കലച്ചൻ തൻ്റെ വിശുദ്ധ കുർബാനയുടെ റുഹാദക്ഷണ പ്രാർത്ഥനയ്ക്കിടെ തിരുവോസ്തിയിലേക്ക് നോക്കുമ്പോൾ ഉറുമ്പ് അരിച്ചിരിക്കുന്നത് പോലെ തോന്നി. എന്നാൽ അത് ഈശോയുടെ രൂപം ഇങ്ങനെ വരച്ചു വരികയായിരുന്നു. ഇത് കണ്ട വികാരിയച്ഛൻ അതവിടെ വെച്ച് കപ്പേരോട് ചോദിക്കുകയുണ്ടായി, ഇതെന്താ ഇങ്ങനെയെന്ന്. കപ്പേരാണ് ഒരു പക്ഷേ ഇത് കണ്ട് പെട്ടെന്ന് ഇത് ഉറുമ്പരിച്ചതല്ല അച്ഛാ, ഇത് ഈശോയുടെ രൂപമാണ് എന്ന് പറയും. പിന്നീട് ശേഷം ഒരുപാട് പേര് ഇവിടെ വന്ന് ഈ ഒരു അത്ഭുതം കാണുകയും അതിനുശേഷം അപ്പോൾ തന്നെ രൂപതയിലേക്ക് കൈമാറുകയും രൂപത അതിൻ്റെ പഠനവിധേയമാക്കുകയും അതിനുശേഷമാണ് വത്തിക്കാനിലേക്കൊക്കെ ഇതെത്തിച്ചത്. കേരളത്തിൽ ഈ കൊച്ചു ദേവാലയത്തിൽ ഒരു വലിയ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചിട്ട് 10 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. വത്തിക്കാൻ്റെ ഔദ്യോഗിക ദിവ്യകാരുണ്യ അത്ഭുതം നടന്നതിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനത്തിനായിട്ട് ഈ ഇടവകയും ഈ ഇടവക സമൂഹവും കേരള സഭയും ഭാരതസഭയും എല്ലാം ഇന്ന് കാത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഭാരതത്തിലെ ആദ്യത്തെ ദേവാലയമായി, ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ച ആദ്യത്തെ ദേവാലയമായി വിളക്കന്നൂരുള്ള ഈ ക്രിസ്തുരാജ ദേവാലയം അറിയപ്പെടും. കേരള സഭയിലെ മക്കളായി നമുക്കെല്ലാവർക്കും ഇത് അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ഒപ്പം തന്നെ ഒരുപാട് വിശ്വാസികളാണ് ഇന്ന് ഈ ദേവാലയത്തിലെത്തി ഇവിടെ പ്രാർത്ഥിച്ച് തങ്ങൾക്ക് അത്ഭുതങ്ങൾ ലഭിക്കുന്നതായി സാക്ഷ്യപ്പെടുത്തുന്നത്.